ഇതിനെതിരെ ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലോ, ആരെങ്കിലും ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധമില്ലാത്തത് കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലോ നിർബന്ധമായും തിരുത്തണം. അതാ മുജാഹിദുകളുടെ നയം. മുജാഹിദുകൾക്ക് ഇതിൽ പോരാത്തരൊന്നുമില്ല. ഒരബദ്ധം പറ്റിയ എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അതാണ് ഒരു മുസ്ലിമിന്റെ പരിപാടി. അത് ഏത് വിഷയത്തിലും ഒരു മുജാഹിദ് ഒരു കാര്യം പറയുമ്പോൾ ആരാണ് സുഹൃത്തുക്കളെ ഇവിടെ എല്ലാം പഠിച്ച് തികഞ്ഞ ആലിമീങ്ങളുള്ളത്? എല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം. ഒരാളുടെ എഴുത്തിലോ ഒരാളുടെ സംസാരത്തിലോ എന്തെങ്കിലും അനിസ്ലാമികതകൾ അബദ്ധങ്ങൾ കടന്നുകൂടിയാൽ, അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ തിരുത്തിയാൽ അതല്ലേ മാന്യത, അതല്ലേ ഏറ്റവും നല്ല സംസ്കാരം. ആരിൽ നിന്നെങ്കിലും സ്ഖലിതങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണെന്നല്ലാതെ പണ്ട് പറഞ്ഞു പോയല്ലോ അവരെയൊക്കെ തള്ളാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് തഖ്ലീദ് ചെയ്യുന്ന അന്ധമായ തഖ്ലീദ് ചെയ്യുന്ന മനസ്ഥിതി ഒരൊറ്റ മുജാഹിദുകൾക്കുമില്ല. അതാണ് നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ച അസലാണ്. നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ച അസലാണ്. ആർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം. അബദ്ധങ്ങൾ ആർക്കും പ്രസംഗത്തിലോ എഴുത്തിലോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ നിർബന്ധമായും തിരുത്തണം. അതിന് കാലതാമസം വരുത്. സത്യം മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തിരുത്തുക.